യെസ്, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതാണ്. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇഡിക്ക് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നുമാണ് മൊഴി. എന്നാൽ മുരാരി ബാബുവിന്റെ സ്വത്തിലെ വർധനയിൽ ഇഡിക്ക് സംശയമുള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. യെസ്, നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊഴി വിവരങ്ങൾ ഇഡിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ട് എന്നുള്ള കാര്യം മുരാരി ബാബു പറയുന്നില്ല, ഇല്ല എന്ന് നിഷേധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സ്വത്തുകൾ, ഇതിന്റെ ഒരു സ്രോതസ് ഒരു പക്ഷേ വെളിപ്പെടുത്തേണ്ടതായി വരും. എങ്ങനെയാണ് ഇക്കാലയളവിൽ ഇത്രയും സ്വത്തിൽ വർധന ഉണ്ടായത് എന്ന് പറയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ ചോദ്യം ചെയ്യാനും ഇഡി ഉദ്ദേശിക്കുന്നതും. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ 9 മണിക്കൂറിലധികം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ളൊരു മൊഴി മുരാരി ബാബു നൽകിയിരിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സൗഹൃദമൊക്കെ തന്നെ മുരാരി ബാബു സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണം തനിക്ക് യാതൊരു തരത്തിലും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുരാരി ബാബു നൽകിയിരിക്കുന്ന മൊഴി. തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക വർധന ഉണ്ടായിട്ടില്ല, താൻ ഒരു രൂപ പോലും അനധികൃതമായി സമ്പാദിച്ചിട്ടില്ല, ഏത് രേഖകൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്നാണ് മുരാരി ബാബു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതങ്ങനെ കൃത്യമായി അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ മുരാരി ബാബുവിന്റെ വീട്ടിലടക്കം നടത്തിയ റെയ്ഡിൽ കൃത്യമായ രേഖകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ മുരാരി ബാബുവിന്റെ സ്വത്തിൽ അല്ലെങ്കിൽ സ്വത്തിലുണ്ടായ വർധനവിൽ വലിയ തോതിലുള്ള ഒരു സംശയം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രകടിപ്പിച്ചിരുന്നു. അത് കൃത്യമായ രേഖകൾ തന്നെ വെച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിലൊരു സംശയം അല്ലെങ്കിൽ ഈ സ്വത്തുകളിൽ ഇത്തരത്തിൽ വർധനവ് ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത്, ഇരട്ടിയിലധികം പണം അല്ലെങ്കിൽ സ്വത്തുവകകൾ മുരാരി ബാബുവിന് ഉണ്ടായിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2021 മുരാരി ബാബു പുതിയ വീട് വെച്ചതിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ തോതിലുള്ള സംശയമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ മുരാരി ബാബുവിന്റെ മൊഴികളും ഒപ്പം തന്നെ ഇഡി നേരത്തെ പിടിച്ചെടുത്തിരിക്കുന്ന രേഖകളും അടക്കം വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കേസിൽ ശ്രീകുമാറിനും സ്മാർട്ട് ക്രിയേഷൻസിലെ ഉദ്യോഗസ്ഥർക്കും മറ്റു ചിലർക്കും ഒക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ ചില ആളുകൾ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഒപ്പം തന്നെ ജയിലിൽ നിന്നും ഇറങ്ങുന്ന, സ്വാഭാവിക ജാമ്യം നേടി ഇറങ്ങുന്ന ഓരോ പ്രതികളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കം. യെസ്, അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും മുരാരി ബാബു സേഫ് അല്ല. ഇഡിയുടെ റഡാറുകൾക്കകത്താണ് ഇപ്പോഴും മുരാരി ബാബു ഉള്ളത്. ഇന്ന് രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിക്കും. മാത്രമല്ല, ഈ സ്വത്തുക്കളൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന്റെ ഒരു സ്രോതസ് ഇഡിക്ക് മുന്നിൽ പറയാതിരിക്കാനും വഴി ഉണ്ടാകില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ വളരെ നിർണായകം. കൃത്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും.